ഗസയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകളൊന്നും മരണത്തിൻ്റെതാണ്. എന്നാൽ ആ മരണങ്ങൾക്കിടയിൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കുണ്ട്. ഒരു 2842. യുദ്ധം തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ ഗസൻ സിവിൽ ഡിഫൻസ് രേഖപ്പെടുത്തിയ ഈ കണക്ക് കൊല്ലപ്പെട്ടവരുടേതല്ല, മറിച്ച് അപ്രത്യക്ഷമായവരുടേതാണ്. അതായത് ഒരു സ്ഫോടനം നടക്കുന്നു എന്ന് കരുതുക. പുകയടങ്ങിയ ശേഷം നിങ്ങൾ പ്രിയപ്പെട്ടവരെ തിരയുന്നു. എന്നാൽ അവിടെ മൃതദേഹങ്ങളില്ല, രക്തക്കറകളില്ല, അടക്കം ചെയ്യാൻ ഒരു എല്ലിൻ കഷ്ണം പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആകെയുള്ളത് ശൂന്യത മാത്രം. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയെന്ന് തോന്നുമെങ്കിലും 2024 ഓഗസ്റ്റ് 10 ഗസയിലെ അൽതാബിൻ സ്കൂളിൽ സംഭവിച്ച യാഥാർത്ഥ്യമാണ്. ഗസയിൽ ഇതുവരെ 2842 മനുഷ്യർ ഇത്തരത്തിൽ വായുവിൽ അലിഞ്ഞില്ലാതായി പോയിട്ടുണ്ട്. അവരെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് ഈ ഭൂമിയിൽ നിന്നും അവരുടെ മുഴുവൻ ഭൗതികാടയാളങ്ങളെയും മാച്ചു കളയുകയാണ് ചെയ്തത്. എങ്ങനെയാണിത് സാധ്യമായത്? പരിശോധിക്കാം ഗാസയിലെ അദൃശ്യമാകുന്ന മനുഷ്യരെക്കുറിച്ച്. സാധാരണ സ്ഫോടനങ്ങളിൽ കെട്ടിടങ്ങൾ തകരുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും. എന്നാൽ ഗസയിലെ സിവിൽ ഡിഫൻസ് സംഘം പറയുന്നത് മറ്റൊരു കഥയാണ്. പലപ്പോഴും തകർന്ന വീടുകളിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു അടയാളം പോലും ലഭിക്കാറില്ല എന്നാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട തെർമോബാറിക് ആയുധങ്ങളുടെ ഉപയോഗമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവയെ വാക്വം ബോംബുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ ബോംബുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ 3500°C വരെയുള്ള ചൂടാണ് പുറപ്പെടുവിക്കുന്നത്. ഈ കടുത്ത ചൂടിൽ 80% വെള്ളമായ നമ്മുടെ ശരീരം നിമിഷങ്ങൾക്കുള്ളിൽ ആവിയായി മാറും. കോശങ്ങൾ ചാരമാവുകയും ചെയ്യും. US നിർമ്മിതമായ ഈ ബോംബുകളിൽ അലൂമിനിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും പൊടികൾ ചേർത്താണ് തീവ്രത വർദ്ധിപ്പിക്കുന്നത്. അൽ ജസീറയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഈ അപ്രത്യക്ഷമാക്കലിനായി 3 പ്രധാന മാരകായുധങ്ങളാണ് ഗാസയിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തേത് MK-84 ഹാമർ എന്ന ബോംബാണ്. 900 കിലോ ഭാരമുള്ള ഈ ബോംബ് 3500°C ചൂടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് മനുഷ്യ ശരീരത്തെ കരിച്ചാവിയാക്കി മാറ്റും. രണ്ടാമത്തേത് BLU-109 ബങ്കർ ബസ്റ്റർ ആണ്. സുരക്ഷിത മേഖലയെന്ന് പ്രഖ്യാപിക്കപ്പെട്ട അൽ മവാസിയിൽ ഇതുപയോഗിച്ച് 22 പേരെയാണ് ഒരടയാളവുമില്ലാതെ ഇസ്രായേൽ അപ്രത്യക്ഷമാക്കിയത്. ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറി പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബങ്കറുകളിലേക്ക് ആഴ്ന്നിറങ്ങി മുച്ചൂട് മുടിപ്പിക്കാനാണ് ഈ ബോംബ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അവസാനത്തേത് GBU-39 ആണ്. കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ വരുത്താതെ ഉള്ളിലുള്ളവരെ മാരകമായ മർദ്ദത്തിലൂടെയും ചൂടിലൂടെയുമാണ് ഈ ബോംബ് ഇല്ലായ്മ ചെയ്യുന്നത്. അൽതാബിൻ സ്കൂളിൽ ഈ ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ നരവേട്ടയിൽ കേവലം ഇസ്രായേലിനെ മാത്രം നമുക്ക് പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയില്ല. മനുഷ്യാവകാശ പ്രവർത്തകയും അഭിഭാഷകയുമായ ഡയാന ബുട്ടു ഇതിനെ വിളിക്കുന്നത് ആഗോള വംശഹത്യ എന്നാണ്. കാരണം ഈ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. സാധാരണക്കാരെയും സൈനികരെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഇത്തരം മാരകായുധങ്ങൾ ജനവാസ മേഖലയിൽ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും ആയുധങ്ങളുടെ ഈ ഒഴുക്ക് തടയാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്.